ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമറസിനെ പറ്റിയാണ്. ഹ്യൂമറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആമിൽ കാണപ്പെടുന്ന ഒരു ബോണാണ്. അതേപോലെ തന്നെ ഇതൊരു ലോങ്ങസ്റ്റും അതേപോലെ തന്നെ ഒരു സ്ട്രോങ്ങസ്റ്റ് ബോണും കൂടെയാണ്. നമുക്കിത് പാർട്സ് പറയാം. ഇതൊരു ലോങ് ബോൺ ആയതുകൊണ്ട് തന്നെ ഇതിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ അപ്പർ എൻഡെന്നും ഇതിനെ ലോവർ എൻഡെന്നും ഇതിന്റെ ഇടയിൽ ഇതിനെ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഓരോ എൻഡിലെ ഈ ഓരോ പാർട്സിലെയും ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാം. ഫസ്റ്റ് നമുക്ക് അപ്പർ എൻഡ് നോക്കുകയാണെങ്കിൽ അപ്പർ എൻഡിന്റെ ഇവിടെ ഒരു ഇത് കണ്ടോ, ഒരു റൗണ്ട്, ഇതിനെ ഹെഡ് എന്ന് പറയും, ഹെഡ് ഓഫ് ദ ഹ്യൂമറസ്. അതിന് ഇപ്പുറത്തായിട്ട് മാർജിനായിട്ട് ഇവിടെ ഒരു നെക്ക് ഉണ്ട്. ഈ ഹ്യൂമറസ് രണ്ട് നെക്കാണുള്ളത്. ഈ ഹെഡിന്റെ മാർജിനിലായിട്ട് ഇവിടെ വരുന്ന നെക്കിനെ അനാറ്റമിക്കൽ നെക്കെന്നും ഇവിടെ കാണപ്പെടുന്ന നെക്കിനെ സർജിക്കൽ നെക്കെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു എലിവേഷൻ കണ്ടോ, ഇതാണ് ലെസർ ട്യൂബർക്കിൾ. പിന്നെ അതിന്റെ പുറകിലായിട്ട് വേറൊരു എലിവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഗ്രേറ്റർ ട്യൂബർക്കിൾ. ഇത്രയാണ് അപ്പർ എൻഡ്. പിന്നെ ഇതാണല്ലോ ഷാഫ്റ്റ്. ഷാഫ്റ്റിന് 3 ബോർഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ 3 സർഫസസും ഉണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലോവർ എൻഡ് നോക്കാം. ലോവർ എൻഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മിഡിൽ സൈഡ്, ഇതിന്റെ ലാറ്ററൽ സൈഡാണ്. മിഡിൽ സൈഡിൽ ഇവിടെ ഒരു പുള്ളി ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കണ്ടു, ഇതിനെ ട്രൊക്ലിയ എന്ന് പറയും. ഈ ട്രൊക്ലിയയുടെ ലാറ്ററലായിട്ട് ഒരു കോൺവെക്സ് പ്രൊജക്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെ ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, ഈ ട്രൊക്ലിയയുടെ മുകളിലായിട്ട് ഇവിടെ ഒരു ഫോസ ഉണ്ട്, ക്യാപിറ്റലത്തിന് മുകളിലായിട്ട് ഇവിടെ ഒരു ഫോസ ഉണ്ട്. ഈ ട്രൊക്ലിയയുടെ മുകളിൽ ഫോസേനെ കൊറനോഡ് ഫോസ എന്ന് പറയും. ഇത് ഹ്യൂമറസിന്റെ ആന്റീരിയർ ആസ്പെക്റ്റ് ആണ്. അപ്പം ട്രൊക്ലിയയുടെ മുകളിലെ ഫോസ, ആന്റീരിയർ ആസ്പെക്റ്റുള്ള ഫോസേനെ കൊറനോഡ് ഫോസ എന്ന് പറയും. അതേപോലെ ക്യാപിറ്റലത്തിന് മുകളിലുള്ള ഈ ഒരു ഫോസ അല്ലെങ്കിൽ ഗ്രൂവിനെ റേഡിയൽ ഫോസ എന്ന് പറയും. അതേപോലെ ഈ ട്രൊക്ലിയയുടെ പോസ്റ്റീരിയർ ആസ്പെക്ട് എടുത്ത് നോക്കിയാൽ വേറൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫോസ കാണാൻ പറ്റും. ഇതിനെ ഒളിക്രോൺ ഫോസ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ പാർട്സ്. നെക്സ്റ്റ് നമുക്ക് സൈഡ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ അനാറ്റമിക്കൽ പൊസിഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇതിന്റെ ഹെഡ്. അത് മീഡിയലി ആയിരിക്കണം ഡയറക്റ്റ് ചെയ്തിരിക്കേണ്ടത്. പിന്നെ ഇത് കണ്ടു, ഞാൻ പറഞ്ഞായിരുന്നു ഇതാണ് ലെസർ ട്യൂബർക്കിൾ, ഇതാണ് ഗ്രേറ്റർ ട്യൂബർക്കിൾ. അത് രണ്ടും ആന്റീരിയർലി ആയിരിക്കണം ഡയറക്റ്റ് ചെയ്തിരിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു പോസ്റ്റീരിയർ ആസ്പെക്റ്റില് ഇവിടെ ഒരു ഫോസ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒളിക്രോൺ ഫോസ ട്രൊക്ലിയയുടെ മുകളിലായിട്ട്. അത് പോസ്റ്റീരിയർലി ആയിരിക്കണം ഡയറക്റ്റ് ചെയ്തിരിക്കേണ്ടത്. ഇത്രയാണ് സൈഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ഹ്യൂമറസ്. നെക്സ്റ്റ് നമുക്ക് പാർട്സ് പറയാം. അതിൽ ഫസ്റ്റ് വൺ അപ്പർ എൻഡാണ്. അതിൽ അപ്പർ എൻഡിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹെഡാണ്. ഈ ഹെഡ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്മൂത്താണ്, അതേപോലെ തന്നെ റൗണ്ടഡ് ആണ്. ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കാപ്പുലയുടെ ഗ്ലീനോഡ് ക്യാവിറ്റി ആയിട്ടായിരിക്കും. എന്നിട്ട് ഷോൾഡർ ജോയിന്റ് ഫോം ചെയ്യും. പിന്നെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നെക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൽ 2 നെക്കാണുള്ളത്. ഫസ്റ്റ് വൺ അനാറ്റമിക്കൽ നെക്കും സെക്കൻഡ് വൺ സർജിക്കൽ നെക്ക്. ഇതിൽ അനാറ്റമിക്കൽ നെക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹെഡിന്റെ മാർജിനിലായിട്ട് നിങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? മാർജിനിലായിട്ട് ഒരു കൺസ്ട്രക്ഷൻ, അതാണ് അനാറ്റമിക്കൽ നെക്ക്. ഈ അനാറ്റമിക്കൽ നെക്കിൽ ക്യാപ്സുലാർ ലിഗമെന്റ്, അതായത് ഷോൾഡർ ജോയിന്റ് ക്യാപ്സുലാർ ലിഗമെന്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു ഗ്ലീനോഡ് ക്യാവിറ്റിയുടെ ഈ ഹെഡ് ഷോൾഡർ ജോയിന്റ് ഫോം ചെയ്യുമ്പോൾ ഈ ഒരു ജോയിന്റിന്റെ ഉള്ളിൽ ക്യാപ്സ്യൂൾസ് ഉണ്ട്, അതേപോലെ ലിഗമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഈ ക്യാപ്സ്യൂൾസ് ഇതിന്റെ മാർജിനിൽ വന്നിട്ടായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്, അതായത് ഈ അനാറ്റമിക്കൽ നെക്കിൽ. പക്ഷെ അത് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. അതായത് അത് സുപ്പീരിയർലി, അതായത് ഇതാണല്ലോ സുപ്പീരിയർ ആസ്പെക്ട്, സുപ്പീരിയർലി അതേപോലെ അത് ഉണ്ടാവത്തില്ല ആ ക്യാപ്സുലാർ ലിഗമെന്റ്. അതേപോലെ മീഡിയൽ നോക്കും, ഇതാണല്ലോ മീഡിയൽ സൈഡ്. മീഡിയലി അത് ഷാഫ്റ്റിലേക്ക് ഒരു 2 to 3 സെന്റിമീറ്റർ ഇറങ്ങി നിൽക്കും. മീഡിയലി 2 to 3 സെന്റിമീറ്റർ ഷാഫ്റ്റിലേക്ക് ആ ക്യാപ്സുലാർ ലിഗമെന്റ് ഇറങ്ങി നിൽക്കും. സുപ്പീരിയർലി അത് എക്സെപ്ഷൻ ആയിരിക്കും, ഉണ്ടാവത്തില്ല. സുപ്പീരിയർലി അത് ഉണ്ടാവാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു മസിൽ ഉണ്ട്, ആ മസിലിന്റെ ടെൻഡൻ, അതായത് ടെൻഡൻ ഓഫ് ദ ലോ ഹെഡ് ഓഫ് ദ ബൈസസ് ബ്രാക്കി. ബൈസസ് ബ്രാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ആമിലുള്ളൊരു മസിലാണ്. ആ മസിലിന്റെ ഒരു ഹെഡ്, അതായത് ലോങ് ഹെഡ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇതിനെ നമ്മൾ ബൈസെപ്റ്റൽ ഗ്രൂവ് എന്ന് പറയുന്നത്. ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയഗ്രാം കണ്ടോ, ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെ ഒരു എന്താ പറയുക ഹെഡ്, അതായത് ഹെഡിലൂടെ ആ ബൈസെപ്റ്റൽ ഗ്രൂവ് കൂടെ നമ്മുടെ ലോങ് ഹെഡ് അത് പോകുന്നത് കണ്ടോ, ബൈസെപ്റ്റൽ ഗ്രൂവ് കൂടെ ബൈസെപ്റ്റൽ ബ്രാക്കിയുടെ ഹെഡ് പോകുന്നത് കണ്ടോ. അതുകൊണ്ടാണ് ഈ ഒരു അനാറ്റമിക്കൽ നെക്കിന്റെ സുപ്പീരിയർ ആസ്പെക്ട് ക്യാപ്സുലാർ ലിഗമെന്റ് ഉണ്ടാവാത്തതിന്റെ കാരണം.
ഓക്കെ, ഇത്രയാണ് അനാട്ടമിക്കൽ നെക്ക്. നെക്സ്റ്റ് സർജിക്കൽ നെക്ക് എന്ന് പറയുമ്പോൾ സർജിക്കൽ നെക്ക് നമ്മുടെ അപ്പർ എൻഡിൻ്റെയും ഷാഫ്റ്റിൻ്റെയും ഇടയിലായിട്ട് ഒരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതേപോലെ തന്നെ അത് ഈ ഗ്രേറ്റർ ട്യൂബർക്കിളിൻ്റെയും ലെസർ ട്യൂബർക്കിളിൻ്റെയും താഴെയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതിലൂടെ കുറച്ച് സ്ട്രക്ചേഴ്സ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ ആക്സിലറി നെർവ്, ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആക്സിലറി നെർവ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒരു ആർട്ടറിയും ഒരു വെയിനും ആണ്. അതായത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സർക്കംഫ്ലക്സ് ആർട്ടറി ആൻഡ് വെയിനാണ് പാസ് ചെയ്ത് പോകുന്നത്. അത് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്യൂബർക്കിളാണ് പറയുന്നത്. ഈ ഒരു ഹ്യൂമറസിൻ്റെ ആൻറ്റീരിയർ ആസ്പെക്റ്റിൽ ഒരു സ്മോൾ എലിവേഷൻ കാണുന്നുണ്ടോ? ഇതാണ് ലെസർ ട്യൂബർക്കിൾ. ഈ ലെസർ ട്യൂബർക്കിളിൽ ഒരു മസിൽ വന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, സബ്സ്കാപ്പുലാരിസ് മസിൽ. നമ്മൾ സ്കാപ്പുല പഠിച്ചായിരുന്നു സബ്സ്കാപ്പുലാരിസ് മസിൽ. അത് വന്ന് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു ലെസർ ട്യൂബർക്കിളായിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഗ്രേറ്റർ ട്യൂബർക്കിളാണ്. അതായത് ഈ ഒരു അപ്പർ എൻഡിൻ്റെ മോസ്റ്റ് ലാറ്ററൽ പാർട്ടിലുള്ള ഒരു എലിവേഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണല്ലോ അപ്പർ എൻഡ്. അതിൻ്റെ ലാറ്ററൽ ആസ്പെക്റ്റിലായിട്ടുള്ള മോസ്റ്റ് ലാറ്ററൽ ആസ്പെക്റ്റിൽ ഒരു സ്മോൾ എലിവേഷനാണ്. സോറി, സ്മോൾ അല്ല, സ്മോൾ എന്താ പറയുക, ലെസർ ട്യൂബർക്കിളിന് കുറച്ചുകൂടെ വലിയ എലിവേഷൻ ആയിരിക്കും ഗ്രേറ്റർ ട്യൂബർക്കിൾ. ഇതിൻ്റെ പോസ്റ്റോ ഇൻഫീരിയർ ആസ്പെക്റ്റ്, ഇതാണല്ലോ ഗ്രേറ്റർ ട്യൂബർക്കിൾ. അതിൻ്റെ പോസ്റ്റോ ഇൻഫീരിയർ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയറിലും ആ ഒരു ഇൻഫീരിയർ ആസ്പെക്റ്റിലായിട്ട് പുറകിലായിട്ട് ഞാൻ കാണിച്ചു തരാം. 3 ഫേസെറ്റ് കാണാൻ പറ്റും. അപ്പർ ഫേസെറ്റ്, മിഡിൽ ഫേസെറ്റ്, ലോവർ ഫേസെറ്റ്, അങ്ങനെ 3 ഫേസെറ്റ് ഉണ്ട്. ആ 3 ഫേസെറ്റിൽ 3 മസിൽസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതായത് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ആ 3 മസിൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അപ്പർ ഫേസെറ്റിൽ സുപ്രാസ്പൈനാറ്റസ്, മിഡിൽ ഫേസെറ്റിൽ ഇൻഫ്രാസ്പൈനാറ്റസ്, അതേപോലെ തന്നെ ലോവർ ഫേസെറ്റിൽ ടീരിസ് മൈനർ. ഇതേപോലെ 3 ഫേസെറ്റ്. അത് ഓർത്തിരിക്കാൻ ഒരു ന്യൂമോണിക്, അതാണ് ഇത് കണ്ടോ, സിറ്റ്. എസ് സുപ്രാസ്പൈനാറ്റസ്, ഐ ഇൻഫ്രാസ്പൈനാറ്റസ്, ടി ടീരിസ് മൈനർ. ഇതാണ് ഇതിൻ്റെ ന്യൂമോണിക്. നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂവ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ 2 ട്യൂബർക്കിളിൻ്റെ ഇടയിൽ. ഇതിനെ ഇന്റർ ട്യൂബർക്കുലാർ സൾക്കസ് എന്നും അതേപോലെ ബൈസെപ്റ്റൽ ഗ്രൂവ് എന്നും പറയും. 2 പേരുണ്ട്. ഈ ഗ്രൂവ് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലോ ഹെഡ് ഓഫ് ദ ബാക്സ്പ്രാക്കി പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ ഗ്രൂവിൽ 3 മസിൽ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 3 മസിൽ വന്ന് ഇൻസേർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലോറ്, ഈ മീഡിയുള്ളത് ഇതിൻ്റെ മീഡിയൽ ലിപ്പ്, ലാറ്റർ ഉള്ളത് ഇതിൻ്റെ ലാറ്റർ ലിപ്പായിരിക്കും. അതിൽ ലാറ്റർ ലിപ്പിൽ വന്നിട്ട് പെക്ടറാലിസ് മേജർ എന്ന് പറഞ്ഞ തൊറാക്സ് റീജിയനിൽ മസിൽ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു മീഡിയൽ ലിപ്പിൽ ടീരിസ് മേജർ എന്ന് പറഞ്ഞ മസിൽ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യും. ഒരു സ്കാപ്പുലയിലുള്ളൊരു മസിലാണത്. അതേപോലെ തന്നെ ഇവിടെ ഫ്ലോറിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്ലോറുണ്ട്, 2 ലിപ്പുണ്ട്. ആ ഫ്ലോറിൽ ലാറ്റിസ്മസ് ഡോർസി എന്ന് പറഞ്ഞൊരു മസിലും വന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ന്യൂമോണിക് ഉണ്ട്. അതാണ് ലേഡി ബിറ്റ്വീൻ 2 മേജർ. അതായത് ആ മേജർ എന്ന് ഉദ്ദേശിക്കുന്നത് പെക്ടറാലിസ് മേജറും ടീരിസ് മേജറും. ലേഡി ഉദ്ദേശിക്കുന്നത് ലാറ്റിസ്മസ് ഡോർസി. അത് എൽ ഡിനോട്ട് ചെയ്യുന്നത് ലാറ്റിസ്മസ് ഡോർസി. നെക്സ്റ്റ് നമുക്ക് ഷാഫ്റ്റ് പറയാം. ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ എൻഡിൻ്റെയും ലോവർ എൻഡിൻ്റെയും ഇടയിലുള്ള ഈ പാർട്ടിനാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഷാഫ്റ്റിൽ ഇതിൻ്റെ അപ്പർ ഹാഫ് ഓഫ് ദ ഷാഫ്റ്റ് സിലിണ്ട്രിക്കലായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പർ ഹാഫ് ഓഫ് ദ ഷാഫ്റ്റ് സിലിണ്ട്രിക്കലായിരിക്കും. പക്ഷേ ലോവർ ഹാഫ് ആൻഡ്രോ പോസ്റ്റീരിയർലി ഫ്ലാറ്റൻഡ് ആയിരിക്കും. കണ്ടോ ഡിഫറൻസ്? ആൻഡ്രോ പോസ്റ്റീരിയർലി ഫ്ലാറ്റൻഡ് ആയിരിക്കും, അപ്പർ ഹാഫ് സിലിണ്ട്രിക്കലായിരിക്കും. ഇനി നമുക്ക് ഷാഫ്റ്റിന് 3 ബോർഡേഴ്സ് 3 സർഫസസും ഉള്ളത്. ഫസ്റ്റ് നമുക്ക് ബോർഡേഴ്സ് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആൻറ്റീരിയർ ബോർഡറാണ്. ആൻറ്റീരിയർ ബോർഡർ എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ബൈസിപ്പിറ്റൽ ഗ്രൂവ്. ഈ ബൈസിപ്പിറ്റൽ ഗ്രൂവിൻ്റെ ഇത് ലാറ്ററൽ ലിപ്പ്, ഇത് ലാറ്ററൽ ലിപ്പ്. ഈ ലാറ്ററൽ ലിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡെൽറ്റോഡ് ട്യൂബറോസിറ്റി ഉണ്ട് വി ഷേപ്പിൽ. അതായത് ലാറ്ററൽ സർഫസിൻ്റെ അവിടെ ഒരു നമുക്ക് ഹ്യൂമറസിൻ്റെ ഒരു ഫീച്ചേഴ്സാണ്. ആ ഒരു എന്താ പറയുക ഡെൽറ്റോഡ് ട്യൂബറോസിറ്റിയുടെ ആൻറ്റീരിയർ ബോർഡറിലൂടെ തന്നെ വന്നിട്ട് അവർ റേഡിയൽ ഫോഴ്സയിൽ വരും, എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ബൈസിപ്പിറ്റൽ ഗ്രൂവിൻ്റെ ലാറ്ററൽ ലിപ്പിൽ നിന്ന് വന്നിട്ട് ആൻറ്റീരിയർ ബോർഡർ ഓഫ് ദ ഡെൽറ്റോഡ് ട്യൂബറോസിറ്റിയിലൂടെ വന്നിട്ട് റേഡിയൽ ഫോഴ്സിലേക്ക് വരും. അതാണ് ആൻറ്റീരിയർ ബോർഡർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മീഡിൽ ബോർഡർ. അപ്പോൾ അത് മീഡിൽ സൈഡിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ മീഡിൽ സൈഡ്, ഹെഡ് മീഡിയലാണല്ലോ. അപ്പം ഇത് ബൈസിപ്പിറ്റൽ ഗ്രൂവിൻ്റെ മീഡിൽ ലിപ്പ് ഇതാണല്ലോ. ഈ മീഡിൽ ലിപ്പ് എന്നത് വരുന്നത് മീഡിൽ ലിപ്പിൽ നിന്ന് വന്നിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഡൗൺവേർഡ് പോകും. നിങ്ങൾക്ക് ഇതുണ്ടാവും, ഈ ലൈൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് മീഡിൽ ലിപ്പ്. മീഡിൽ ലിപ്പിൽ നിന്ന് വന്നിട്ട് ഈ ഒരു ലൈനിലൂടെ താഴോട്ട് വന്നിട്ട് മീഡിയൽ കോണ്ടയിലാണ് ഇത്. മീഡിയൽ കോണ്ടയിലും ഇത് ലാറ്ററൽ കോണ്ടയിലാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ലോവർ എല്ലാ ഫീച്ചേഴ്സാണ്. ഈ മീഡിയൽ കോണ്ടയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്.
ഓക്കെ. മീഡിൽ ലിപ്പ് ഓഫ് ദ ഇന്റർട്യൂബർക്കുലർ സർക്കസ് തൊട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മീഡിൽ കോണ്ടയിലേക്ക് വരും. ഈ ഒരു മീഡിൽ ബോർഡറിൻ്റെ ലോവർ പാർട്ട് ഉണ്ടാവും. ഇവിടെ കുറച്ച് ഷാർപ്പാണല്ലോ, ലോവർ പാർട്ട് നല്ല ഷാർപ്പാണ്. അപ്പോൾ ലോവർ പാർട്ട് ഓഫ് ദ മീഡിൽ ബോർഡറിനെ മീഡിൽ സുപ്രാകോണ്ടൈലർ റിഡ്ജ് എന്ന് പറയും. അതായത് ഈ കാണുന്ന പോർഷന് മീഡിൽ സുപ്രാകോണ്ടൈലർ റിഡ്ജ്. ഇത് മീഡിയൽ കോണ്ടയിൽ, ഇത് മീഡിൽ സുപ്രാകോണ്ടൈലർ റിഡ്ജ്. പിന്നെ ലാറ്ററൽ ബോർഡറാണ് പറയുന്നത്. ലാറ്ററൽ ബോർഡറിൻ്റെ കേസിൽ ലാറ്ററൽ ബോർഡർ ഈ കാണുന്നതാണ് ലാറ്ററൽ ബോർഡർ. ഇത് ആൻറ്റീരിയർ ബോർഡർ, ഇത് മീഡിയൽ ബോർഡർ, ഇത് ലാറ്ററൽ ബോർഡർ ആയിരിക്കുമല്ലോ. 3 ബോർഡർ അല്ലേ. പക്ഷെ ഇതിൻ്റെ അപ്പർ പാർട്ട് കണ്ടോ, അപ്പർ പാർട്ടിൽ ഇതിൻ്റെ ലൈനൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ലാറ്ററൽ ബോർഡറിൻ്റെ കേസിൽ ലാറ്ററൽ ബോർഡറിൻ്റെ അപ്പർ ഹാഫ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്, അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ലോവർ പാർട്ട് എന്താ, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ലാറ്ററൽ ബോർഡറിൻ്റെ ലോവർ പാർട്ട് എന്ന് പറയുന്ന പേരാണ് ലാറ്ററൽ സുപ്രാകോണ്ടൈലർ റിഡ്ജ്. അപ്പോൾ മീഡിയൽ ബോർഡറിൻ്റെ ലോവർ പാർട്ടിനെ മീഡിയൽ സുപ്രാകോണ്ടൈലർ റിഡ്ജ് എന്നും ലാറ്ററൽ ബോർഡറിൻ്റെ ലോവർ പാർട്ടിനെ ലാറ്ററൽ സുപ്രാകോണ്ടൈലർ റിഡ്ജ് എന്നും പറയും. ഇത്രയാണ് ബോർഡേഴ്സ് വരുന്നത്. നമുക്കിനി ഈ ബോർഡേഴ്സിലെ മസിൽ അറ്റാച്ച്മെൻറ്റ് പറയാം. മെയിനായിട്ട് മിഡിൽ ബോർഡറിലാണ് മസിൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളത്. അതായത് ഈ മിഡിൽ ബോർഡറിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് കൊറോക്കോ ബ്രാക്യാലിസ് എന്ന് പറയുന്ന മസിൽ വന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഈ കൊറോക്കോ ബ്രാക്യാലിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ആമിലെ ഒരു മസിലാണ്. അത് നമ്മുടെ കൊറക്കോഡ് പ്രോസസ് ഓഫ് ദ സ്കാപ്പുല ഉണ്ടല്ലോ, അവിടുന്ന് ഈ ഷോർട്ട് ഹെഡ് ഓഫ് ദ ബൈസസ് ബ്രാക്കയുടെ കൂടെ വന്നിട്ട് ഈ മിഡിൽ ഓഫ് ദ മിഡിൽ ബോർഡറിൽ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യും. നമുക്ക് സർഫസസ് പറയാം. ഈ ഹ്യൂമറസിന് 3 സർഫസസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ആൻഡ്രോമീഡിയൽ സർഫസ് ആണ്. ആൻഡ്രോമീഡിയൽ സർഫസ് എന്ന് പറയുമ്പം ഇതാണല്ലോ ആൻറ്റീരിയർ ബോർഡർ, ഇതാണല്ലോ മീഡിൽ ബോർഡർ. ഈ ആൻറ്റീരിയർ ബോർഡറിൻ്റെ ഈ മീഡിൽ ബോർഡറിൻ്റെ ഇടയിലുള്ള ഈ സർഫസസ് ആണ് ആൻഡ്രോമീഡിയൽ സർഫസ്. ഈ ആൻഡ്രോമീഡിയൽ സർഫസസിൻ്റെ അപ്പർ പാർട്ട് ഈ ഇന്റർട്യൂബർക്കുലർ സൾക്കസ് അല്ലെങ്കിൽ ബൈസെപ്റ്റൽ ഗ്രൂവിൻ്റെ ഫ്ലോർ ആയിരിക്കും. നീ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ആൻഡ്രോമീഡിയൽ സർഫസസിൻ്റെ അപ്പർ പാർട്ട് കണ്ടോ, ഫ്ലോർ ഓഫ് ദ ബൈസെപ്റ്റൽ ഗ്രൂവ്. അപ്പർ പാർട്ട് ഫോം ചെയ്തിരിക്കുന്നത് ഫ്ലോർ ഓഫ് ദ ബൈസെപ്റ്റൽ ഗ്രൂവ് ആയിരിക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സർഫസിലെ ഇതിൻ്റെ മിഡിലായിട്ട്, ഈ സർഫസിൻ്റെ മിഡിലായിട്ട്, അതായത് മീഡിൽ ബോർഡിനോട് ക്ലോസ് ആയിട്ട്, കറക്റ്റ് മിഡിലായിട്ട് മീഡിൽ ബോർഡിനോട് ക്ലോസ് ആയിട്ട് ഇവിടെ ഒരു ന്യൂട്രൽ ഫൊറാമൻ ഉണ്ട്. ഫൊറാമൻ എന്ന് വെച്ചാൽ അനാറ്റമിക്കലി പറയുന്നത് ഫൊറാമൻ എന്നാണ്. അതായത് ഈ ബോണിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, പക്ഷേ ഹ്യൂമറസിൻ്റെ കേസിൽ ഇവിടെ ഒരു ഫൊറാമൻ ഉണ്ടാവും. ഈ ന്യൂട്രൽ ഫൊറാമൻ ന്യൂട്രൻ്റെ ആർട്ടറി എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂട്രൽ ആർട്ടറിയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ ബോൺസ് ഗ്രോ ചെയ്യാതെ ഹ്യൂമറസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ന്യൂട്രിയൻസ് ബ്ലഡ് വഴി എത്തിക്കുക ഉള്ളിലേക്ക്. അതാണ് ന്യൂട്രൽ ആർട്ടറിയുടെ ഫംഗ്ഷൻ. ഓക്കെ. ന്യൂട്രൽ ഫൊറാമൻ മിഡിൽ ബോർഡിനോട് ക്ലോസ് ചെയ്തിട്ട് കാണും. നെക്സ്റ്റ് സർഫസ് ആൻഡ്രോ ലാട്രൽ സർഫസ്, അതായത് ആൻറ്റീരിയർ ബോർഡറിൻ്റെയും ഈ ലാറ്ററൽ ബോർഡറിൻ്റെയും ഇടയിലാണ് ആൻഡ്രോ ലാട്രൽ സർഫസ്. ഈ ആൻഡ്രോ ലാട്രൽ സർഫസിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ട്യൂബറോസിറ്റി കാണാൻ പറ്റുന്നുണ്ട്. വി ഷേപ്പ് കണ്ടോ, വി ഷേപ്പ് ട്യൂബറോസിറ്റി മിഡിലായിട്ട്. പിന്നെ പറഞ്ഞ പേരാണ് ഡെൽറ്റോഡ് ട്യൂബറോസിറ്റി. പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡെൽറ്റോഡ് മസിൽ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആൻഡ്രോ ലാറ്ററൽ സർഫസും ഉണ്ട്, ആൻഡ്രോ മീഡിയൽ സർഫസും ഉണ്ട്. ഈ 2 സർഫസിൻ്റെ ലോവർ ഹാഫിന്ന് ബ്രാക്യാലിസ് എന്ന് പറയുന്ന മസിൽ വന്നിട്ട് ഒറിജിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ വന്നിട്ട് നമ്മുടെ അൾന ഉണ്ടല്ലോ, അൾനയുടെ കൊറോണോഡ് പ്രോസസ്സിൽ വന്നിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ബ്രാക്യാലിസ് എന്ന് പറയുന്ന മസിലും ഈ ആൻറ്റീരിയർ കമ്പാർട്ട്മെന്റ് ഓഫ് ദ ആമിലെ 3 മസിലിൽ ഒരു മസിലും കൂടെയാണ്. നെക്സ്റ്റ് പോസ്റ്റീരിയർ സർഫസ് ആണ്. പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയുമ്പോൾ ഈ മീഡിൽ ബോർഡറിൻ്റെയും ഈ ലാറ്ററൽ ബോർഡറിൻ്റെ ഇടയിലാണ് പോസ്റ്റീരിയർ സർഫസ് കാണുന്നത്. ഈ പോസ്റ്റീരിയർ സർഫസിൻ്റെ അപ്പർ പാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒബ്ലിക്കുള്ള റിഡ്ജ് ഉണ്ട്. ഒബ്ലിക്കുള്ള ഒരു റിഡ്ജ് കാണപ്പെടും. ദാറ്റ്സ് ഡയറക്റ്റഡ് ഡൗൺവേർഡ് ലാറ്ററൽ. അതായത് ഇതാണല്ലോ ലാറ്ററൽ ഭാഗം. ഡയറക്റ്റഡ് ഡൗൺവേർഡ് ആൻഡ് ലാറ്ററലി. അവിടെ നമ്മുടെ ട്രൈസസ് ബ്രാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആമിലെ പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റിൽ കാണുന്ന ട്രൈസസ് ബ്രാക്കി എന്ന് പറഞ്ഞ മസിലിൻ്റെ ലാറ്ററൽ ഹെഡ് ഇവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഒബ്ലിക് റിഡ്ജിന് മീഡിയലായിട്ട്, അതായത് ബിലോ ആൻഡ് മീഡിയൽ, അതായത്
ബിലോ ആൻഡ് മിഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പൈറൽ ഗ്രൂവ് കാണാൻ പറ്റുന്നുണ്ട്. മിഡിലായിട്ട് സ്പൈറൽ ഗ്രൂവ് അല്ലെങ്കിൽ റേഡിയൽ ഗ്രൂവ് എന്ന് പറയും. ആ ഗ്രൂവിൽ കൂടെ റേഡിയൽ നെർവും അതേപോലെ തന്നെ പ്രൊഫണ്ട ബ്രാക്കി ആർട്ടറി ആൻഡ് വെയിന് ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ ഈ സ്പൈറൽ ഗ്രൂവിന് താഴെയുള്ള മൊത്തം സർഫസ് ഉണ്ടല്ലോ, പോസ്റ്റീരിയർ സർഫസ്, ആ പോസ്റ്റീരിയർ സർഫസിനായിരിക്കും മീഡിൽ ഹെഡ് ഓഫ് ദ ട്രൈസിസ് ബ്രാക്കി. ഈ ഒബ്ലിക് എഡ്ജ് എന്നായിരിക്കും ലാറ്ററൽ ഹെഡ് ഓഫ് ദ ട്രൈസിസ് ബ്രാക്കി. ഈ സ്പൈറൽ ഗ്രൂവിന് താഴെയുള്ള എൻറ്റയർ പോസ്റ്റീരിയർ സർഫസിനായിരിക്കും മീഡിൽ ഹെഡ് ഓഫ് ദ ട്രൈസിസ് ബ്രാക്കി അറൈസ് ചെയ്യുന്നത്. ഇത്രയാണ് സർഫസിനെ പറ്റി പറയാനുള്ളത്. ലോവർ എൻഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോവർ എൻഡിൽ ഇതിൻ്റെ മിഡിൽ സൈഡാണല്ലോ, ഇതിൻ്റെ ലാറ്ററൽ സൈഡാണ്. അപ്പോൾ ഈ മിഡിൽ സൈഡിൽ ഇവിടെ ഒരു പുള്ളി ഷേപ്പ്ഡായുള്ള സ്ട്രക്ചർ കണ്ടോ, ഇതാണ് ട്രോക്ലിയ. അതേപോലെ ഇവിടെയുള്ള കോൺവെക്സ് പ്രൊജക്ഷനാണ് ക്യാപിറ്റുലം. അതേപോലെ ഈ രണ്ട് എൻഡ് കണ്ടോ, ഇതിൻ്റെ മിഡിൽ കോണ്ടയിലും ഇതിൻ്റെ ലാറ്ററൽ കോണ്ടയിലും എന്നും പറയും. പിന്നെ ഈ ട്രോക്ലിയുടെ മുകളിൽ ആൻറ്റി ആസ്പിലുള്ള ഈ ഫോസയാണ് കൊറോണോയിഡ് ഫോസ. അതേപോലെ ക്യാപിറ്റലത്തിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ ജസ്റ്റ് ഒരു ഷാലോ ആയിട്ടൊരു ഫോസയും കാണാൻ പറ്റും, അതാണ് റേഡിയൽ ഫോസ. പിന്നെ ഈ അതേ ട്രോക്ലിയയുടെ പോസ്റ്റീരിയർ സർഫസിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫോസയും കാണുന്നുണ്ട്, അതാണ് ഒളിക്രോൺ ഫോസ. പിന്നെ പറയുന്നത് ഇതാണല്ലോ മീഡിൽ കോണ്ടയിൽ. ഈ മീഡിൽ കോണ്ടയിലിൻ്റെ ഇതിൻ്റെ ആൻറ്റീരിയർ ആസ്പെക്റ്റ്, ഇതിൻ്റെ പോസ്റ്റീരിയർ ആസ്പെക്റ്റ്. ഈ പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ കൂടെ അത് പുറകെ കൂടെ അൾനാ നെർവ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ ഈ മിഡിൽ കോണ്ടയിലിൻ്റെ ആൻറ്റീരിയർ ആസ്പെക്റ്റിൽ കുറച്ച് മസിൽസിൻ്റെ ഒറിജിൻ ഉണ്ട്. അതായത് നമ്മുടെ ഫോറാമിൻ്റെ ഫ്ലെക്ചർ മസിൽസിൻ്റെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലെക്ചർ മസിൽസിൻ്റെ കോമൺ ഫ്ലെക്ചർ ഒറിജിൻ, അതായത് എല്ലാ മസിൽസും ഇവിടെ നിന്നായിരിക്കും ഒറിജിൻ ചെയ്യുന്നത്. അതേപോലെ ലാറ്ററൽ കോണ്ടയിൽ എടുത്ത് നോക്കുമ്പോൾ ലാറ്ററൽ കോണ്ടയിൽ നിന്നായിരിക്കും കോമൺ എക്സ്റ്റൻസർ മസിൽ, അതായത് പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഫോറാം അല്ലെങ്കിൽ എക്സ്റ്റൻസർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഫോറാമിലെ എല്ലാ മസിലും ഒറിജിൻ ചെയ്യുന്നത് ലാറ്ററൽ കോണ്ടയിൽ നിന്നായിരിക്കും. പിന്നെ ഈ മിഡിൽ കോണ്ടയിലിൻ്റെ ആൻറ്റീരിയർ ആസ്പെക്റ്റിൽ കുറച്ച് മുകളിലായി ഒരു ഏരിയ, നാരോ ഏരിയ അബോവ് ദ മീഡിയൽ കോണ്ടയിലിൻ്റെ അവിടെ നിന്ന് പ്രൊണേറ്റഡ് ടീരിസിൻ്റെ ഹ്യൂമറൽ ഹെഡ് വന്നിട്ട് എറേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലാറ്ററൽ കോണ്ടയിലിൻ്റെ പോസ്റ്റീരിയർ ആസ്പെക്റ്റിന് അൻഗോണിയസ് എന്ന് പറഞ്ഞൊരു മസിലുണ്ട്, അതും വന്നിട്ട് എറേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ദ നെർവ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഹ്യൂമറസ് നോക്കാം. മെയിനായിട്ട് 3 നെർവാണ് ഹ്യൂമറസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ആക്സിലറി നെർവാണ്, അത് സർജിക്കൽ നെക്കിലൂടെയാണ് കടന്നു പോകുന്നത്. നെക്സ്റ്റ് റേഡിയൽ നെർവാണ്, അത് ഈ റേഡിയൽ ഗ്രൂവ് അല്ലെങ്കിൽ സ്പൈറൽ ഗ്രൂവ്. സ്പൈറൽ ഗ്രൂവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോസ്റ്റീരിയർ ആസ്പെക്റ്റ് ഹ്യൂമറസ് ഷാഫ്റ്റിന് പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ കാണപ്പെടുന്നതാണ്. അതിലൂടെ ആയിരിക്കും റേഡിയൽ നെർവ് കടന്നു പോകുന്നത്. നെക്സ്റ്റ് അൾനാ നെർവാണ്, അത് നമ്മുടെ മീഡിയൽ എപ്പിക്കോണ്ടലുണ്ടല്ലോ, ആ മീഡിയൽ എപ്പിക്കോണ്ടലിൻ്റെ പുറകെ കൂടെ. നെക്സ്റ്റ് നമുക്ക് ബോൺ ഓസിഫിക്കേഷൻ പറയാം. ഓസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബോൺ എങ്ങനെയാണോ ഫോം ചെയ്യുന്നത്, ബോണിൻ്റെ ഫോർമേഷനാണ് ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് പ്രൈമറി സെൻറ്റർ ഉണ്ട്, സെക്കൻഡറി സെൻറ്റർ ഉണ്ട്. അതായത് പ്രൈമറി സെൻറ്റർ ബിഫോർ ബർത്തും സെക്കൻഡറി സെൻറ്റർ ആഫ്റ്റർ ബർത്തും ആയിരിക്കും. അതിൽ പ്രൈമറി സെൻറ്റർ ഷാഫ്റ്റിന് വേണ്ടിയിട്ടും സെക്കൻഡറി സെൻറ്റർ രണ്ട് എൻഡിനും വേണ്ടിയിട്ടായിരിക്കും. ഇതിൻ്റെ കേസിൽ ഹ്യൂമറസിൻ്റെ കേസിൽ ഒരു പ്രൈമറി സെൻറ്റർ ഉണ്ട്, അതേപോലെ തന്നെ 7 സെക്കൻഡറി സെൻറ്ററാണ് ഉള്ളത്. ആ ഒരു പ്രൈമറി സെൻറ്റർ ഷാഫ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. അത് അപ്പിയർ ചെയ്യുക 8th വീക്ക് ഓഫ് ദ ഇൻട്രായൂട്രൽ ലൈഫിലായിരിക്കും. 8th വീക്ക് ഓഫ് ദ ഇൻട്രായൂട്രൽ ലൈഫിലായിരിക്കും. പിന്നെ നെക്സ്റ്റ് സെക്കൻഡറി സെൻറ്റർ ഞാൻ പറഞ്ഞായിരുന്നു ആഫ്റ്റർ ബർത്തിന് ശേഷമായിരിക്കും. അത് അപ്പർ എൻഡിലും കൊടുക്കുന്നുണ്ട്, ലോവർ എൻഡിലും കൊടുക്കുന്നുണ്ട്. അപ്പർ എൻഡിൽ 3 സെക്കൻഡറി സെൻറ്ററാണുള്ളത്. അത് ഒന്ന് ഹെഡിന്, ഒന്ന് ഗ്രേറ്റർ ട്യൂബർക്കിളിന്, ഒന്ന് ലെസർ ട്യൂബർക്കിളിന്, അങ്ങനെ 3 എണ്ണം. ഈ ഹെഡിന് അത് അപ്പിയർ ചെയ്യുക ഫസ്റ്റ് ഇയറിലായിരിക്കും. ഗ്രേറ്റർ ട്യൂബർക്കിൾ 3ാമത്തെ വയസ്സിൽ, ലെസർ ട്യൂബർക്കിൾ 5ാമത്തെ വയസ്സിൽ. അതായത് ഹെഡിൽ 1ാമത്തെ വയസ്സിൽ, ഗ്രേറ്റർ ട്യൂബർക്കിൾ 3ാമത്തെ വയസ്സിൽ, ലെസർ ട്യൂബർക്കിൾ 5ാമത്തെ വയസ്സിലായിരിക്കും അപ്പർ എൻഡിൽ അപ്പിയർ ചെയ്യുക. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഫ്യൂസ് ചെയ്യുന്നത് 7ാമത്തെ വയസ്സിലായിരിക്കും. 7th ഇയറിൽ എത്തുമ്പോൾ ഫ്യൂസ് ചെയ്യും. എന്നിട്ട് ഇവർ ഷാഫ്റ്റുമായിട്ട് ഫ്യൂസ് ചെയ്യട്ടെ. അതെപ്പോഴാണെന്ന് വെച്ചാൽ 20ാമത്തെ വയസ്സിൽ 20th ഇയറിലായിരിക്കും ഷാഫ്റ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി സെൻറ്റർ ലോവർ എൻഡിൽ ഞാൻ പറഞ്ഞു 4 എണ്ണം, ടോട്ടൽ 7 എണ്ണമാണ്. 3 എണ്ണം അപ്പർ എൻഡിലും 4 എണ്ണം ലോവർ എൻഡിലും. അത് എവിടെയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ക്യാപിറ്റുലം, പിന്നെ ട്രോക്ലിയ, അതായത് ട്രോക്ലിയയുടെ മിഡിൽ പാർട്ട്, അതേപോലെ ലാറ്ററൽ എപ്പിക്കോണ്ടയിൽ മിഡിൽ എപ്പിക്കോണ്ടയിൽ. അതിൽ ക്യാപിറ്റുല അപ്പിയർ ചെയ്യുന്നത് 2ാമത്തെ വയസ്സിൽ, മിഡിൽ പാർട്ട് ഓഫ് ദ ട്രോക്ലിയ അപ്പിയർ ചെയ്യുന്നത് 10ാമത്തെ വയസ്സിൽ, ലാറ്ററൽ എപ്പിക്കോണ്ടയിൽ 12ാമത്തതിൽ, മിഡിൽ എപ്പിക്കോണ്ടയിൽ 6ാമത്തത്. അതേപോലെ ഈ ക്യാപിറ്റൽ അപ്പിയർ ചെയ്യുന്നതും ഈ ട്രോക്ലിയയും അതേപോലെ ലാറ്ററൽ എപ്പിക്കോണ്ടയിലും ഞാൻ ഈ പറഞ്ഞ 2, 10, 12 വയസ്സിൽ അപ്പിയർ ചെയ്തിട്ട്
അവർ ഫ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. എപ്പോഴാണ്? 4th ഇയർ ആയിട്ട്. 4th ഇയറിൻ്റെ സമയത്ത് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെന്ത് ചെയ്യും? എന്തായി മാറും? ലോവർ എപ്പിഫൈസിസ് ആയിട്ട് മാറും. അതായത് ലോവർ എൻഡായിട്ട് ഓൾമോസ്റ്റ് ഒരു ലോവർ എൻഡ് ഇതായി. ബാക്കി ആരാ? മിഡിൽ എപ്പിക്കൊണ്ടല്ലേ ഉള്ളൂ. അവരെപ്പോഴാണ് വരുന്നത്? 6ാമത്തെ വയസ്സിലായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ഇവർ 3ഉം കൂടെ ഫ്യൂസ് ചെയ്യും ഓൾമോസ്റ്റ്. ബാക്കിയൊക്കെ അപ്പിയർ ചെയ്യുന്നേ ഉള്ളൂ. ക്യാപിറ്റൽ 2, മിഡിൽ പാർട്ട് ഓഫ് ട്രക്കിലെ 10, അതേപോലെ ലാറ്ററൽ എപ്പിക്കൊണ്ടിൽ 12, മിഡിൽ എപ്പിക്കൊണ്ടയിൽ 6th ഇയറിൽ. എന്നിട്ട് മുകളിലത്തെ 3 കൂടെ 4th ഇയറിൽ ഏകദേശം ഫ്യൂസാണ്. എന്നിട്ട് ഇവർ ഈ 3 ഫസ്റ്റ് പറഞ്ഞ ഈ 3 ഷാഫ്റ്റുമായിട്ട്, നിങ്ങൾക്ക് ഡയഗ്രത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഷാഫ്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നത് 16-17 വയസ്സിലായിരിക്കും. അതേപോലെ ഈ മിഡിൽ എപ്പിക്കൊണ്ടയിൽ 6ാമത്തെ വയസ്സിൽ അപ്പിയർ ചെയ്തിട്ട് അത് ഫ്യൂസ് ചെയ്യുന്നത് 18th ഇയറിലായിരിക്കും. ബാക്കി സ്ട്രക്ചേഴ്സുമായിട്ട് മിഡിൽ എപ്പിക്കൊണ്ടയിൽ ഫ്യൂസ് ചെയ്യുന്നത് 18th ഇയറിലായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഓസിഫിക്കേഷൻ ഓഫ് ദ ഹ്യൂമറസ്. നെക്സ്റ്റ് നമുക്ക് ക്ലിനിക്കൽ അനാട്ടമി നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഫ്രാക്ചർ ആണ്. ഹ്യൂമറസ് മെയിനായിട്ട് 3 സ്ഥലത്താണ് ഫ്രാക്ചർ ആവുന്നത്. ഫസ്റ്റ് വൺ ഷാഫ്റ്റ്, സെക്കൻഡ് സർജിക്കൽ നെക്ക്, തേർഡ് സുപ്രാകോണ്ടൈലർ റീജിയൻ ആണ്. പിന്നെ നെക്സ്റ്റ് ക്ലിനിക്കൽ എന്ന് പറയുന്നത് സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ഓഫ് ദ ഹ്യൂമറസ് ആണ്. അതായത് സുപ്രാകോണ്ടൈലർ ഏരിയ ഫ്രാക്ചർ ആവാം. അത് മെയിനായിട്ട് യങ് ഏജിലായിരിക്കും കാണപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്സ്ട്രെച്ച്ഡ് ആയിട്ട് ഹാൻഡിൽ ഫോൾ ആവുക, അതായത് നമ്മൾ കൈ കുത്തി വീഴുന്ന സമയത്തായിരുന്നു മെയിനായിട്ടിത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുപ്രാകോണ്ടൈലർ ഏരിയയുടെ അവിടെ ഫ്രാക്ചർ ആവും. എന്നിട്ട് ലോവർ ഫ്രാഗ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് ബാക്ക്വേർഡിലും പോവും, അതേപോലെ തന്നെ ഫോർവേഡ് ആവും. 2 ടൈപ്പാണുള്ളത്. ഫ്ലക്ഷൻ ടൈപ്പും ഉണ്ട്, എക്സ്റ്റൻഷൻ ടൈപ്പും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഫ്ലക്ഷൻ ടൈപ്പ് ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൽ ഫ്രാഗ്മെൻറ്റ് ആൻറ്റീരിയറിലായിരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് ആവുക. അതേപോലെ എക്സ്റ്റൻഷൻ ടൈപ്പ് ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൽ ഫ്രാഗ്മെൻറ്റ് കണ്ടോ, അത് പോസ്റ്റീരിയറിലായിരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് ആവുന്നത്. അതോടൊപ്പം തന്നെ ഈ ലോവർ ഫ്രാഗ്മെൻറ്റ്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആവുന്ന സമയത്ത് അവിടെയുള്ള ബ്രാക്കിയൽ ആർട്ടറിയും അതേപോലെ മീഡിയൻ നെർവിനും ഡാമേജ് ഓർ ഇഞ്ചുറി സംഭവിക്കാം. അങ്ങനത്തെ കേസിൽ ഈ ബ്രാക്കിയൽ ആർട്ടറിക്ക് ഇഞ്ചുറി സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വോൾട്ട്മാൻ ഇസ്കീമിക് കോൺട്രാക്ചർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അതായത് ഈ സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ഓഫ് ദ ഹ്യൂമറസിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ബ്രാക്കിയൽ ആർട്ടറിക്ക് ഡാമേജ് ആവുന്ന സമയത്ത് വോൾട്ട്മാൻ ഇസ്കീമിക് കോൺട്രാക്ചർ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോറാം ഉണ്ടല്ലോ, ഫോറാമിൻ്റെ ഫ്ലെക്സർ കമ്പാർട്ട്മെൻറ്റിലെ മസിൽസൊക്കെ കോൺട്രാക്റ്റ് ആവും. കാരണം എന്ന് വെച്ചാൽ ബ്രാക്കിയൽ ആർട്ടറി ആണല്ലോ ഫോറാമിന് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ഡാമേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് ഓക്സിജൻ കിട്ടത്തില്ല. അതേപോലെ തന്നെ ബ്ലഡ് സപ്ലൈയും കുറയും. അതാണ് ഇസ്കീമിയ. ഓക്സിജൻ സപ്ലൈ കുറയുന്നതിനാണ് ഇസ്കീമിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്ലഡ് സപ്ലൈയും കുറയുമല്ലോ ബ്രാക്കിയൽ ആർട്ടറിക്ക് ഇഞ്ചുറി പറ്റുന്ന സമയത്ത്. അങ്ങനെ അവിടെയുള്ള മസിൽസ് കോൺട്രാക്റ്റ്. അപ്പോൾ ഫോറാം കോൺട്രാക്ട് ചെയ്യും. എന്നിട്ടൊരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മുടെ ഹാൻഡും ഫിംഗേഴ്സും ക്ലോ ലൈക്ക് ആവും. നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കണ്ടോ, ഇതേപോലെയായി മാറും ഫോറാമിലെ മസിൽസൊക്കെ കോൺട്രാക്ട് ചെയ്തിട്ട്. അതാണ് വോൾട്ട്മാൻ ഇസ്കീമിക് കോൺട്രാക്ചർ. അതായത് സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ഓഫ് ദ ഹ്യൂമറസിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇത്രയാണ് ക്ലിനിക്കൽ അനാട്ടമി.